നമസ്കാരം. മുഖ്യമന്ത്രിക്ക്, അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പല കാര്യങ്ങളും രഹസ്യമായി ചെയ്യാൻ കഴിയുമോ? അതല്ലെങ്കിൽ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പലപ്പോഴും വാക്കുകൾ മാറ്റി പറയാൻ കഴിയുമോ? നമ്മുടെ കേരളത്തിൽ ഇന്ന് പലരും അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതൊക്കെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരിക്കലും അദ്ദേഹം നുണ പറയുന്നു എന്ന് പറയുന്ന ഒരു പരാമർശത്തിലേക്ക് പോകുന്നതിൽ ഇനിയും അർത്ഥമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പ്രതിപക്ഷ നേതാവ് അല്ല എന്ന് ആദ്യം തിരിച്ചറിയുകയാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന വി.ഡി. സതീശൻ ആദ്യമായി ചെയ്യേണ്ടത്. താൻ ഒരു പ്രതിപക്ഷ നേതാവല്ല എന്നും താൻ അക്കൗണ്ടബിലിറ്റിയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് പവറിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് സ്വയം ബോധ്യപ്പെടുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ആ പദവിയിൽ തുടരാൻ കഴിയുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ കാരണം നമ്മുടെ സർക്കാരാണ് സമ്മർദ്ദത്തിലാകുന്നതെന്ന് പറയേണ്ടി വരും. സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് UDF എന്നോ LDF എന്നോ ഒന്നുമില്ല, അത് സംസ്ഥാനത്തിൻ്റേതാണ് ആ സർക്കാർ. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി നടത്തുന്ന ഏതൊരു പ്രസ്താവനയും ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യും. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ വി.ഡി. സതീശൻ പല തവണയായി മാധ്യമ സമ്മേളനങ്ങളിൽ വിളിച്ചു പറയുന്ന പല കാര്യങ്ങളും ഇത് പുറം ലോകത്തേക്ക് എത്തുന്നു. ദേശീയ തലത്തിൽ പോലും ചർച്ചയിലേക്ക് വരാനുള്ള സാധ്യതകളേറെയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത്, ആര്, എപ്പോൾ, എങ്ങനെ ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇതിനകത്ത് നമുക്ക് ആലോചിക്കാം, വി.ഡി. സതീശൻ കഴിഞ്ഞ തവണ നടത്തിയ ഹെലികോപ്റ്റർ യാത്ര തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഈ ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നത് പുതുമയുള്ള കാര്യമല്ല. നമ്മുടെ രാജ്യത്തെ പല മുഖ്യമന്ത്രിമാരും ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ വളരെ കാലത്തിന് മുമ്പ് കെ കരുണാകരനാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും അതിനുള്ള ഉത്തരം. അപ്പം ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ പിണറായി വിജയൻ യാത്ര ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ കഴിഞ്ഞ ഫ്ലഡിൻ്റെ കാലഘട്ടത്തിൽ 2018 യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയും ഒപ്പം ഉണ്ടായിരുന്നു. അപ്പം അതൊരു പർട്ടിക്കുലറായിട്ടൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. പിന്നീട് ആ ഹെലികോപ്റ്റർ കൊണ്ട് അവയവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ അവയവദാനത്തിന് വേണ്ടി അത് ഉപയോഗിച്ചിരുന്നു. സൗകര്യമനുസരിച്ച് എയർ ആംബുലൻസ് എന്നുള്ള നിലയിൽ ആ ഹെലികോപ്റ്റർ പ്രവർത്തിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ കബളിപ്പിക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപക്ഷേ വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയിൽ നിന്നും പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ വ്യത്യസ്തനാക്കുന്ന അത്തരം നിലപാടുകളായിരിക്കും. കള്ളം പറയില്ല എന്ന് പറയുന്നൊരു നിലപാട്. ഇപ്പോൾ വി.ഡി. സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് കള്ളമേതാ സത്യമേതാ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഒരു ചക്രവ്യൂഹത്തിനകത്ത്, അല്ലെങ്കിൽ ധർമ്മസങ്കടത്തിലാണ് നമ്മുടെ മാധ്യമപ്രവർത്തകരും അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുജനവും. കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നത്, അവിടെ ഞാനൊരു ഇൻവെസ്റ്റേഴ്സിൻ്റെ മീറ്റിന് പോയതാണ്. ഇൻവെസ്റ്റേഴ്സിനെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി മീറ്റ് ചെയ്തതിന് ശേഷം ഒരു സംഘം, ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു സംഘം കൊച്ചിയിലേക്കെത്തി. ആ കൊച്ചിയിലേക്കെത്തിയ ആ സംഘത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹെലികോപ്റ്ററിൽ പോയത്. അവരുമായി വൈകുന്നേരം ഡിന്നർ മീറ്റിംഗ് ആണ് പറഞ്ഞിരുന്നത്. അപ്പം അതിനുവേണ്ടി വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അവർ വിളിച്ച് പറഞ്ഞു, അതായത് ഈ ഇൻവെസ്റ്റേഴ്സ് വിളിച്ച് മുഖ്യമന്ത്രിയോട് പറയുന്നു, എന്താണ്, ഞങ്ങൾക്ക് അത്യാവശ്യമായി ഡൽഹിയിലേക്ക് പോകേണ്ടതുണ്ട് സന്ധ്യയോടുകൂടി ഫ്ലൈറ്റിൽ, അതിനു മുമ്പായി അങ്ങേ ഞങ്ങൾക്ക് കാണണം, അതുകൊണ്ട് എത്രയും വേഗം അങ്ങ് കൊച്ചിയിലേക്ക് എത്തണം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണ് വി.ഡി. സതീശൻ ഇവിടെ നിന്നുകൊണ്ട് ഹെലികോപ്റ്റർ എടുത്ത് വളരെ വേഗം അദ്ദേഹം കൊച്ചിയിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ കാണാനായി എത്തുന്നത്. അവിടെയും പ്രശ്നമുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ അദ്ദേഹത്തിൻ്റെ അമ്മായിയച്ഛൻ കിടക്കുന്ന ആശുപത്രിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ 20 മിനിറ്റ് നേരം അദ്ദേഹം അവിടെ സമയം ചെലവഴിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പോയത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ്, സ്വന്തം ആലുവയിൽ. ഇതിനിടയിലൊന്നും ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്തതായിട്ട് ഔദ്യോഗിക രേഖകളിൽ ഒന്നും തന്നെ ഇല്ല. നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഔദ്യോഗിക രേഖകളിലില്ല, അദ്ദേഹത്തിൻ്റെ രേഖകളിലൊന്നും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും പറയുന്നില്ല. എന്ന് വെച്ചാൽ പൊതുജനത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അവരെ വായടപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ തുടർ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി സ്വയമേവ പറഞ്ഞ ഒരു 2 കള്ളങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കള്ളം. സ്വാഭാവികമായും അങ്ങനെ ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണുന്നതിന് ചില പ്രോട്ടോക്കോളുകളുണ്ട്. ഇൻവെസ്റ്റേഴ്സ് പറയുന്നിടത്തേക്കല്ല മുഖ്യമന്ത്രി എത്തേണ്ടത്. മുഖ്യമന്ത്രിയുടെ സമയം, സന്ദർഭം എല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം, കാരണം ആവശ്യക്കാരൻ മുഖ്യമന്ത്രി അല്ല, ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് ആവശ്യക്കാർ. മുഖ്യമന്ത്രിക്ക് അവരല്ലെങ്കിൽ വേറെ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടും. അവർക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഒരു പർട്ടിക്കുലർ ബിസിനസ്സിന് അവർക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ പെർമിഷൻ വേണം. ആ പെർമിഷന് വേണ്ടി കാത്തു നിൽക്കലാണ് അവരുടെ ഉത്തരവാദിത്തം.
ഡൽഹിയിലേക്ക് വീണ്ടും അവർക്ക് പോകാം, അല്ലെങ്കിൽ ഡൽഹിയിൽ വേറെ ആരെ കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് കഴിഞ്ഞ് പോയാൽ മതി. അപ്പോൾ അവിടെ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്ന് വ്യക്തമല്ലേ? അങ്ങനെ ഒരു ഇൻവെസ്റ്റേഴ്സ് ഇല്ല എന്നുള്ള കാര്യം വ്യക്തമല്ലേ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കൃത്യമായൊരു മറുപടി പറയാതെ? ആരാണ് ഏറ്റവും ഒടുവിൽ പിറ്റേ ദിവസം വന്ന് പറയുന്നു അങ്ങനെ ചില രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തേണ്ടി വരും എന്ന് പറയുന്നു. എന്ത് രഹസ്യ കൂടിക്കാഴ്ച? ഇത് കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒരു സംരംഭത്തിന് വേണ്ടിയിട്ടുള്ള കൂടിക്കാഴ്ച എങ്ങനെയാണ് രഹസ്യ സ്വഭാവത്തോടു കൂടിയുള്ളതായി മാറുന്നത്? അപ്പോൾ രഹസ്യമായി അങ്ങനെ മുഖ്യമന്ത്രി കാണുന്നത് ശരിയാണോ? അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച മുഖ്യമന്ത്രിയുടെ ഓരോ പ്രവൃത്തിയും അക്കൗണ്ടബിൾ ആണെന്നേ. കാരണം മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു, ആരെ കാണുന്നു, ഏതൊക്കെ കമ്പനികളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവേ അല്ല, പകരം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പദവിയിലിരുന്നു കൊണ്ട് അദ്ദേഹം നടത്തുന്ന ഓരോ കാര്യങ്ങളിലും സുതാര്യതയുണ്ടാവണം, വ്യക്തതയുണ്ടാവണം, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം. അപ്പോൾ ഈ പറഞ്ഞ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി 2 തവണ 2 കള്ളങ്ങളാണ് പറഞ്ഞത്. ഇൻവെസ്റ്റേഴ്സിനെ കണ്ടു എന്ന് പറയുന്നു, അത് രഹസ്യ കൂടിക്കാഴ്ച എന്നുള്ള വീണ്ടും അതിനകത്തൊരു യൂ ടേണും കൂടി സംഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണോ ശരിക്കും മുഖ്യമന്ത്രി പെരുമാറേണ്ടത്? അല്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, സുതാര്യതയുണ്ടാവണം, വ്യക്തതയുണ്ടാവണം, അത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം. അത് പക്ഷേ വി ഡി സതീശൻ്റെ ഈ ഹെലികോപ്റ്റർ യാത്രയിൽ പ്രകടമേയില്ല എന്ന് മാത്രമല്ല, അത് ആരും അറിഞ്ഞിട്ട് കൂടിയില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ ഒരു വ്യവസായ വകുപ്പ് മന്ത്രിയുണ്ട്, നമുക്ക് കുഞ്ഞാലിക്കുട്ടി. ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ വിവരങ്ങൾ വല്ലതും അറിഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തിനും അറിയില്ല. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒപ്പം ഉണ്ടാകേണ്ടതല്ലേ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റർ മീറ്റിന്? അപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് അതൊരു സത്യവിരുദ്ധമായ അസത്യമായ കാര്യമാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെടും. ഇതോടുകൂടി ദേശീയ മാധ്യമങ്ങളിൽ വലിയ ചർച്ച സംഭവിക്കില്ലേ? അല്ലെ ദേശീയ മാധ്യമങ്ങളിലേക്ക് വി ഡി സതീശൻ പറയുന്ന ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് എത്തുകില്ലേ? തീർച്ചയായിട്ടും എത്തും. ANI പോലെയുള്ള PTI പോലെയുള്ള മാധ്യമങ്ങളും അവിടെ ഇരുന്നു കൊണ്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രിയുടെ കേരള പ്രതിപക്ഷ നേതാവിൻ്റെ കേരള മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേൾക്കാനായി വന്നിരിപ്പുണ്ടായിരുന്നു. അത് റിപ്പോർട്ട് ചെയ്യാനായി വന്നിരിപ്പുണ്ടായിരുന്നു. അവരുടെ ദേശീയ മാധ്യമങ്ങൾ എങ്ങനെയായിരിക്കും റിപ്പോർട്ട് ചെയ്യുക? കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സ്വാഭാവികമായും വി ഡി സതീശൻ ഹെലികോപ്റ്ററിൽ ഇവിടേക്ക് പോയത് വിവാദമായിരിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം. എന്തുകൊണ്ട് വിവാദമായി എന്ന് അവർ പറയേണ്ടി വരും. കാര്യം ഈ ഹെലികോപ്റ്റർ യാത്രയിൽ ഫ്രൂട്ട്ഫുള്ളായ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഗുണകരമായ യാതൊന്നുമില്ല. കാര്യം അതൊരു വലിയ വിവാദമായി മാറി. ഇവിടെ പിന്നെ ഫ്ലഡ് അഫക്റ്റ് ചെയ്തുകൊണ്ട് ഏകദേശം ആൾക്കാർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ അദ്ദേഹം നടത്തിയ ഹെലികോപ്റ്റർ യാത്ര സ്വാഭാവികമായും ദേശീയ തലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും, അല്ലെങ്കിൽ വിവാദമാക്കപ്പെടും, മാധ്യമങ്ങളിൽ എത്തുകയും ചെയ്യും. അപ്പോഴെന്താണ് പറയുന്നത്? ഫ്ലഡ് അഫക്റ്റ് ചെയ്യുന്ന സമയത്ത് വി ഡി സതീശൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് അതിനുവേണ്ടി നമ്മുടെ സംസ്ഥാന ഖജനാവിൽ നിന്ന് 1 രൂപ പോലും ചിലവായിട്ടില്ല എന്ന് പറയുന്നു. എങ്ങനെയാണ് 1 രൂപ പോലും ചിലവാകാതിരിക്കുന്നത്? ഇതിന് പിന്നെ 85 ലക്ഷം രൂപ ഇതിന് പ്രതിമാസം വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ വാടക കൊടുക്കുന്നത് എന്തായാലും വി ഡി സതീശൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടില്ലല്ലോ ഈ മാസം വാടക കൊടുത്തത്, സംസ്ഥാന ഖജനാവിൽ നിന്ന് തന്നെ എടുത്തിട്ടല്ലേ ഇതിന് വാടക കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും വി ഡി സതീശൻ നടത്തിയ ആ പറക്കലിന് സംസ്ഥാന ബജറ്റിൽ അല്ലെങ്കിൽ സംസ്ഥാന ഖജനാവിൽ നിന്ന് തന്നെയാണ് പണം മുടക്കിയിരിക്കുന്നതെന്ന് നമുക്ക് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സാങ്കേതിക അർത്ഥത്തിൽ പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, ഇത് ഈ പറഞ്ഞ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വി ഡി സതീശൻ ഏത് ഇൻവെസ്റ്റർ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയില്ല. രണ്ടാമത് അവർ ഈ പറഞ്ഞ അതായത് ഡൽഹിക്ക് പറക്കുന്നു അങ്ങനെ പറഞ്ഞൊരു കഥയുണ്ടല്ലോ, ഒരു കെട്ടുകഥ. പിറ്റേ ദിവസം അത് മാറ്റി പറയുന്നു. ഇതും ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. കാര്യം കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ പിടിച്ച് അവിടെ പോയി എന്നുള്ളത് വിവാദമായിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും ദേശീയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തേ പറ്റൂ. അപ്പം ഈ പറഞ്ഞ യൂ ടേൺ അടിയും നാളെ ഇതേ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇതോടുകൂടി കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വി ഡി സതീശൻ്റെതായ വിശ്വാസ്യത ദേശീയ തലത്തിൽ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. അത് വി ഡി സതീശൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ മാത്രമല്ല അത് ബാധിക്കുക. 75 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത് ബാധകമാണ്. കാരണം എന്താണ്? ദേശീയ തലത്തിൽ വീഴാൻ പോകുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഈ കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെയെങ്കിലും കൈപിടിച്ചുയർത്തുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തം അവശേഷിച്ചിരിക്കുന്നത് സത്യത്തിൽ വി ഡി സതീശനെ പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും കർണാടകത്തിലെ DK ശിവകുമാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ തലയിലാണ്, അല്ലെങ്കിൽ രേവന്ത് റെഡ്ഡിയെ പോലുള്ള മുഖ്യമന്ത്രിമാരുടെ തലയിലാണ്. അപ്പോൾ ഇവരാണ് ഇതിനെ ഉയർത്തിക്കൊണ്ട് വരികയും ദേശീയ തലത്തിൽ ഇതൊരു വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ഇനി അടുത്ത വർഷം ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അഖിലേഷ് യാദവ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോകുന്നു. സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യം സംബന്ധിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇവിടെ ഇങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിശ്വാസ്യത ഇല്ലാതായിത്തീരുന്നു. ഇത് ദേശീയ തലത്തിൽ എങ്ങനെയായിരിക്കും ചർച്ചയിൽ വരിക?
കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ അല്ലെങ്കിൽ ഈ രീതിയിൽ അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ, ഒട്ടും സുതാര്യമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതല്ലേ ബി ജെ പിക്ക് പറയാനൊരു അവസരം കൊടുക്കുകയല്ലേ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുക? ഇവിടെ കേരളത്തിൽ ഒന്നാമതേ ഈ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പേരുദോഷമുണ്ട്. അപ്പം ദേശീയ തലത്തിൽ പോലും കോൺഗ്രസിന് പേരുദോഷം കേൾപ്പിക്കാൻ സാധിക്കുന്ന ചില വിഷയങ്ങളിലൂടെയാണ് ശരിക്കും വി ഡി സതീശൻ നടക്കുന്നത്. ഇത് കോൺഗ്രസിനെ വലിയ തോതിലായിരിക്കും ബാധിക്കുക. ഇപ്പം നമ്മൾ കരുതും പോലെ അത്ര ലളിതമായി ഒന്നും ഇതിനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ ഒരു കാര്യം. അതുകൊണ്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും തൽക്കാലം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊന്ന് മാറി ഇരുന്ന് പരിശീലിക്കേണ്ടത് അത്യാവശ്യമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്.